ഈ പെൺകുട്ടി ഒരു പഴയ ക്രിസ്മസ് വീഡിയോ കാണുകയായിരുന്നു. പെട്ടെന്ന് വീഡിയോയിൽ സാന്റാക്ലോസിന്റെ കൈ അവൾ ശ്രദ്ധിച്ചു. സാന്റ സമ്മാനങ്ങൾ നൽകാൻ വന്നിരുന്നു എന്ന് അതിലൂടെ വ്യക്തമായി. അവൾ ഉടൻ തന്നെ സഹോദരനെ വിളിച്ച് വീഡിയോ കാണിച്ചു. അന്ന് ക്രിസ്മസ് ആയതിനാൽ രണ്ടുപേരും സാന്റാക്ലോസിനെ റെക്കോർഡ് ചെയ്യാൻ തീരുമാനിച്ചു. പെൺകുട്ടി ചിമ്മിനിക്ക് പുറത്ത് ഒരു നൂൽ കെട്ടി അതിൽ ഒരു മണി ഘടിപ്പിച്ചു. സാന്റയുടെ കാൽപ്പാടുകൾ കാണാൻ വേണ്ടി അവൾ നിലത്ത് പൗഡർ വിതറി. അതിനിടയിൽ സഹോദരൻ വാതിലിന്റെ പിടിയഴിച്ച് അതിനുള്ളിൽ സാന്റാക്ലോസിനെ റെക്കോർഡ് ചെയ്യാൻ ഒരു ക്യാമറ വെച്ചു. അർദ്ധരാത്രിയിൽ മണി പെട്ടെന്ന് മുഴങ്ങാൻ തുടങ്ങി. പെൺകുട്ടി ഭയത്തോടെ ഉണർന്ന് ക്യാമറ പരിശോധിച്ചു. പൗഡറിൽ സാന്റയുടെ കാൽപ്പാടുകൾ ഉണ്ടായിരുന്നു. അവൾ ഉടൻ തന്നെ സഹോദരനെ വിളിച്ചുണർത്തി. പിന്നെ രണ്ടുപേരും ജനാലയ്ക്ക് പുറത്തേക്ക് നോക്കി. സാന്റ ഒരു വീട്ടിൽ നിന്ന് മറ്റൊന്നിലേക്ക് സമ്മാനങ്ങൾ നൽകുകയായിരുന്നു. നിശബ്ദമായി അവർ അവനെ പുറത്ത് പിന്തുടർന്നു. പെട്ടെന്ന് അവർ സാന്റയുടെ സ്ലെഡ്ജ് കണ്ടു. ചിന്തിക്കാതെ പെൺകുട്ടി ഒരു മരത്തിൽ കയറി സ്ലെഡ്ജിലേക്ക് ചാടി. സഹോദരന് മറ്റു മാർഗമില്ലായിരുന്നു. അവൻ അവളെ പിന്തുടർന്നു. കുറച്ചു കഴിഞ്ഞ് സാന്റ സ്ലെഡ്ജിലേക്ക് മടങ്ങിയെത്തി. രണ്ടു കുട്ടികൾ തന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്നത് അവൻ അറിഞ്ഞില്ല. അവൻ സ്ലെഡ്ജ് ആകാശത്തേക്ക് ഉയർത്തി. പെട്ടെന്ന് തണുപ്പുകൊണ്ട് പെൺകുട്ടി വിറയ്ക്കാൻ തുടങ്ങി. അവൾ സാന്റയോടൊരു പുതപ്പ് ചോദിച്ചു. ഇത് കേട്ട സാന്ത ഞെട്ടിപ്പോയി. സ്ലെഡ്ജ് പാതയിൽ നിന്ന് മാറിപ്പോയി. നിയന്ത്രണം നഷ്ടപ്പെടുകയും വേഗത കൂടുകയും ചെയ്തു. അതിനിടയിൽ പെൺകുട്ടി പെട്ടെന്ന് സ്ലെഡ്ജിൽ നിന്ന് താഴേക്ക് വീഴാൻ തുടങ്ങി. എന്നാൽ സാന്റയും അവളുടെ സഹോദരനും ചേർന്ന് അവളെ എങ്ങനെയോ രക്ഷിച്ചു. എന്നാൽ പ്രശ്നങ്ങൾ അവിടെ അവസാനിച്ചിരുന്നില്ല. അവർ ഒരു ടൈം ടണലിൽ പ്രവേശിക്കുകയും റെയിൻഡിയറുകൾ സ്ലെഡ്ജിൽ നിന്ന് വേർപെടുകയും ചെയ്തു. ഇതിനിടയിൽ സാന്റയുടെ മാന്ത്രിക തൊപ്പിയും താഴെ വീണു. സാന്റ സ്ലെഡ്ജ് നിയന്ത്രിക്കാൻ കഠിനമായി ശ്രമിച്ചെങ്കിലും അത് ഒരു ടവറിൽ ഇടിച്ചു തകർന്നു. ഭാഗ്യവശാൽ എല്ലാവരും അതിജീവിച്ചു. എന്നാൽ അത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ അവർ പല രാജ്യങ്ങളും കടന്നിരുന്നു. അപ്പോൾ ഇനി അവർക്ക് വീട്ടിലേക്ക് മടങ്ങാൻ കഴിയുമോ?